നമസ്കാരം. അമേരിക്കൻ ജാലകത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ജാലകത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. ജാലകം തുറന്നാൽ വിസ്മയം, ജാലകം തുറന്നാൽ അത്ഭുതം, മലയാള പെരുമ നിറയും ജാലകം, അമേരിക്കൻ ജാലകം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം, വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം, അമേരിക്കൻ ജാലകം, അമേരിക്കൻ ജാലകം, അമേരിക്കൻ ജാലകം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ അത് ജീവിതത്തിലെ ഒരു അത്ഭുതം, ഒരു വിസ്മയം എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ചില സൗഹൃദങ്ങൾ, ചില കാഴ്ചകൾ, ചില ബന്ധങ്ങൾ, അങ്ങനെയുള്ള ഓരോന്നും ഓരോരോ വിസ്മയങ്ങളാണ്. നമ്മളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ എത്രയെത്ര വിസ്മയങ്ങളാണ് ജീവിതം നമുക്ക് മുന്നിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് നമ്മളെ ആകാശത്തോളം ഉയർത്തുന്ന ഒരു സ്നേഹബന്ധമായിരിക്കാം, മറ്റു ചിലപ്പോൾ വൻ വീഴ്ചയ്ക്ക് ഇടയാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു അത്ഭുതമാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ അതിനെ നോക്കിക്കാണണം. നമ്മുടെ ജാലകത്തിലെ ആദ്യത്തെ സെഗ്മെൻറ്റ് കണ്ടിട്ട് തിരിച്ചു വരാം. അമേരിക്കൻ ജാലകത്തിലേക്ക് സ്വാഗതം. അമേരിക്ക എന്നത് ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്ന സ്ഥാപനമാണ് ട്രാവിസ. ട്രാവിസയുടെ MD ശ്രീ ജോസഫ് ചാക്കോയാണ് അമേരിക്കൻ ജാലകത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം ശ്രീ ജോസഫ് ചാക്കോ. നന്ദി, നമസ്കാരം. ട്രാവിസ എന്ന സ്ഥാപനത്തിന്റെ MD ആണ് താങ്കൾ എന്ന് പറഞ്ഞല്ലോ. എന്താണ് ട്രാവിസ? അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാമോ? 1970 ആരംഭത്തിലാണ് മലയാളി നേഴ്സുമാർക്ക് അമേരിക്കയിലേക്ക് കുടിയേറി വരുന്നതിനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വന്നത്. അത് ഇവിടെ എയ്ഡ്സ് എന്ന രോഗത്തിൻ്റെ വ്യാപ്തി കൊണ്ട് അനേകർ മെഡിക്കൽ ഫീൽഡ് വിട്ട് മാറി മറ്റ് രംഗങ്ങളിലേക്ക് പോയതുകൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു വാക്യൂം, അനേകം നേഴ്സുമാരെ ഉടനെ അത്യാവശ്യം വന്നതുകൊണ്ട് അന്ന് നേഴ്സിംഗ് ഡിഗ്രി, ഡിപ്ലോമ സർട്ടിഫിക്കറ്റുമായിട്ട് അമേരിക്കൻ കോൺസുലേറ്റിലോട്ട് ചെന്നാൽ ഉടനെ തന്നെ അത് വിസ ക്രമീകരിച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ഞാനന്ന് എയർ ഫ്രാൻസിൽ ജോലിക്കാരനായിരുന്നതുകൊണ്ട് കൽക്കട്ടയിലെ പരിസരത്തും റാഞ്ചി, പാറ്റ്ന, റൂർക്കല, ബൊക്കാറോ മുതലായ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന മലയാളി നേഴ്സുമാർക്ക് അമേരിക്കയിലേക്ക് കുടിയേറി വരുന്നതിനുള്ള മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് എനിക്ക് സാധിച്ചു. ആ പ്രവർത്തനം എയർ ഫ്രാൻസിൽ സേവനം ചെയ്ത 20 വർഷത്തോളം, 10 വർഷം കൽക്കട്ടയിലും വീണ്ടും 80 മുതൽ 89 വരെ മദ്രാസിലും അനുസ്യൂതം തുടർന്നുകൊണ്ടിരുന്നു. അന്ന് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ എയർ ഫ്രാൻസിൻ്റെ സേവനങ്ങൾ നിർത്തിയതിന് ശേഷം തുടരുന്നതിനായിട്ട് ഞാൻ സ്വന്തം നിലയിൽ ആരംഭിച്ച സ്ഥാപനമാണ് ട്രാവിസ ടൂർസ് ആൻഡ് ട്രാവൽസ്. ട്രാവിസ ടൂർസ് ആൻഡ് ട്രാവൽസ് ആരംഭിച്ചത് 1972 കോട്ടയത്ത് അന്നത്തെ ഞങ്ങളുടെ MLAയും ഇന്ന് മുഖ്യമന്ത്രിയുമായിരിക്കുന്ന എൻ്റെ സ്കൂൾ മേറ്റായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് ആ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ചത്. പിന്നീട് അതിൻ്റെ ഓഫീസ്, ഹെഡ് ഓഫീസ് മദ്രാസിലേക്ക് മാറ്റി. കേരളത്തിൽ കോട്ടയം, കൊച്ചി, തിരുവല്ല, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ 5 നഗരങ്ങളിൽ
ബ്രാഞ്ചസുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമിഗ്രൻ്റ് ആൻഡ് നോൺ ഇമിഗ്രൻ്റ് വിസാസ് ആണല്ലോ. ഇപ്പം ഈ അടുത്ത കാലത്ത് ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. അതായത് ഇന്ത്യൻ എംബസി ഈ സർവീസിന് വേണ്ടി ട്രാവിസയെ മാറ്റി പുതിയൊരു ഏജൻസിക്ക് നൽകുന്നതായിട്ട് ഒക്ടോബർ 2012 മുതൽ. അത് താങ്കളെ എങ്ങനെ ബാധിക്കും? അമേരിക്കൻ ട്രാവിസ ഔട്ട്സോഴ്സിംഗ് സർവീസസ് അവരെ ഇന്ത്യൻ എംബസി ഏൽപ്പിച്ചിരുന്നത് അമേരിക്കയിലുള്ള സിറ്റിസൻസിന് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ വിസ സ്റ്റാമ്പ് ചെയ്യുക, OCI കാർഡ് മുതലായ മറ്റ് സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുക. വിസ എന്നത് അമേരിക്കൻ വിസ, ഇമിഗ്രൻ്റ് വിസ, നോൺ ഇമിഗ്രൻ്റ് വിസ ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ട്രാവിസയ്ക്ക് യാതൊരു സംബന്ധവുമില്ലായിരുന്നു. എന്നാൽ ഈ ട്രാവിസ അത് ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് ഇപ്പോൾ BLS ഇൻ്റർനാഷണൽ സർവീസസ് എന്ന് പറയുന്ന ഒരു പുതിയ ഏജൻസിയെ, അത് ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ്, അവരെ ഒക്ടോബർ 1 തീയതി മുതൽ ഈ സെയിം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇന്ത്യയിൽ ചെയ്യുന്ന അമേരിക്കൻ വിസ, ഇമിഗ്രൻ്റ് വിസ, നോൺ ഇമിഗ്രൻ്റ് വിസ, അമേരിക്കൻ പാസ്പോർട്ട് സർവീസ്, OCI കാർഡ്, അങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും ഞങ്ങളെ യാതൊരു തരത്തിലും ഇത് ബാധിക്കുകയില്ല. വി ആർ ഓൺലി കൺസൾട്ടൻസ്. നമ്മൾ അമേരിക്കൻ കോൺസുലേറ്റിൽ നിന്ന് നമ്മളെ അധികാരപ്പെടുത്തിയിരിക്കുന്നതോ ഇതിനുള്ള ഏജൻസിയായിട്ട് തന്നിരിക്കുന്നതോ ഒന്നുമല്ല. ഇവിടെ അറ്റോർണീസ് നമ്മളെ സഹായിക്കുന്നത് പോലെ ഇന്ത്യയിൽ നിന്ന് വിസയ്ക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകർക്ക് ആവശ്യമാകുന്ന എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ട്രാവിസ ഇന്ത്യയിൽ ചെയ്യുന്ന പ്രവർത്തനം. അതിന് ഇവിടുത്തെ ട്രാവിസയുമായിട്ട് യാതൊരു സംബന്ധവും നേരത്തെയും ഇല്ലായിരുന്നു, മേലിലുമില്ല. അമേരിക്കൻ വിസ കൂടാതെ ട്രാവിസ എന്തൊക്കെ സർവീസസാണ് പ്രൊവൈഡ് ചെയ്യുക? പൊതുവെ അമേരിക്കൻ വിസ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിലാണ് ട്രാവിസ അറിയപ്പെടുന്നത്. എന്നാൽ വിസ കൂടാതെ അമേരിക്കൻ പാസ്പോർട്ട്, ഗ്രീൻ കാർഡ് പ്രശ്നങ്ങൾ, ചില ആൾക്കാർ നാട്ടിൽ വരുന്ന സമയത്ത് ഗ്രീൻ കാർഡ് നഷ്ടപ്പെടും, അപ്പോൾ അവർക്ക് തിരിച്ചു പോരാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെയുള്ള ഇഷ്യൂസ് വരും. സമയത്തിന് ഒരു വർഷത്തിനകം തിരിച്ചു വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ കാർഡ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും തക്ക സമയത്ത് ആവശ്യമായ സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തന രീതി. ഇപ്പോൾ നാട്ടിൽ ഒരുപാട് കുട്ടികൾ അമേരിക്കയിൽ പഠിക്കാൻ വരാൻ ആഗ്രഹമുള്ളവരുണ്ട്, സ്റ്റുഡൻറ്റ് വിസയ്ക്കൊക്കെ. അപ്പോൾ പക്ഷേ അവർക്കറിയില്ല ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ. അപ്പോൾ സാർ അവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നൊരു ചെറിയൊരു ചുരുക്കത്തിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകാമോ? അമേരിക്കൻ സ്റ്റുഡൻറ്റ് വിസ എന്നത് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അമേരിക്കയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് 10+2+4 16 വർഷത്തെ പഠനം കഴിഞ്ഞതിന് ശേഷമേ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലേക്ക് പഠിക്കാനായിട്ട് നിർവാഹമുണ്ട്. ഇന്ത്യയിൽ 10+2+3 15 ഇയേഴ്സ് കൊണ്ട് നമ്മളൊരു ഗ്രാജുവേറ്റ് ആകും. എന്നാൽ അതിന് അമേരിക്കൻ ഗ്രാജുവേഷൻ ലെവല് ഇല്ലാത്തതുകൊണ്ട് 4 വർഷത്തെ എൻജിനീയറിംഗ് കോഴ്സ് മുതലായ 16 വർഷത്തെ പഠിത്തം പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമേ അമേരിക്കൻ ഹയർ സ്റ്റഡീസിന് വേണ്ടിയുള്ള വിസ ലഭ്യമാകത്തുള്ളൂ. 16 വർഷത്തെ പഠിത്തം പൂർത്തീകരിച്ചിട്ടുള്ള ആൾക്കാർ അമേരിക്കൻ വിസയ്ക്ക് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ അവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികൾക്ക് അപേക്ഷിക്കുകയും പല യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കുമ്പോൾ അതിൽ 3-4 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിൻ്റെ അഡ്മിഷൻ കിട്ടും. അതിൽ 1-2 നമ്മൾ സെലക്ട് ചെയ്ത് അതിനുള്ള പേപ്പർ വർക്കുകൾ നോക്കി I-20 എന്ന് പറയുന്ന അഡ്മിഷൻ ലെറ്റർ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ചതിന് ശേഷം മാത്രമേ അമേരിക്കൻ സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സിങ് ആരംഭിക്കുകയുള്ളൂ. അമേരിക്കൻ
ഇപ്പം സാറ് പറഞ്ഞതുപോലെ അമേരിക്കയിൽ ആദ്യമായിട്ട് ധാരാളമായി വന്ന ഇമിഗ്രൻസ് എന്ന് പറയുന്ന നഴ്സുമാരാണ്. പക്ഷെ ഒരു 2006 ശേഷം അങ്ങനെ നഴ്സുമാർ അമേരിക്കയിലേക്ക് വരുന്നത് കാണാറില്ല. ഒരുപാട് നഴ്സുമാർ ഈവൻ RN വരെ എഴുതിയിട്ട് നാട്ടിലിങ്ങനെ അമേരിക്കയിലേക്ക് വരാൻ ആഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇമിഗ്രൻ്റ് വിസ അല്ലാതെ വേറെ ഏത് മാർഗത്തിലൂടെ അവർക്ക് അമേരിക്കയിലേക്ക് വരാൻ സാധിക്കും ജോലിക്കായിട്ട്? ഇപ്പോൾ മറ്റ് മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ ഇപ്പം H1 മുതലായിട്ടുള്ള വിസകൾ സാധ്യതയുണ്ട്. അത് ഇവിടെയുള്ള നേഴ്സിംഗ് ഹോസ്പിറ്റലുകൾ അവർ ഇമിഗ്രേഷനിൽ പെറ്റീഷൻ ഫയൽ ചെയ്ത് ആൾക്കാരെ കൊണ്ടുവരണം. എന്നാൽ ഹോസ്പിറ്റലുകളൊന്നും അങ്ങനെയുള്ള സാഹസങ്ങൾക്ക് മുതിരാറില്ല. അതിന് പ്രൈവറ്റ് കമ്പനികളോ ഒക്കെ നേഴ്സുമാർക്ക് വേണ്ടി പെറ്റീഷൻ ഫയൽ ചെയ്ത് കൊണ്ടുവരുന്നതിന് താല്പര്യപ്പെടുന്ന ചുരുക്കം ഏജൻസികളുണ്ട്. ഇപ്പോൾ വിസയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും തന്നെ ചെയ്യാം, താങ്കൾ പറഞ്ഞതുപോലെ. പക്ഷേ ഇപ്പോൾ തന്നെ ചെയ്യുന്നതും വിസ പ്രോസസ്സിങ് തന്നെ ചെയ്യുന്നതും അല്ലെങ്കിൽ താങ്കളെ പോലെയുള്ള ഒരു പ്രൊഫഷണലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇമിഗ്രൻ്റ് വിസയ്ക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് മാരേജ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ആക്ച്വലുമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. വിസ പെറ്റീഷൻ ഇവിടെ പ്രോസസ്സ് ചെയ്ത് അമേരിക്കൻ കോൺസുലേറ്റിൽ വിസയ്ക്ക് വിളിക്കുന്ന സമയത്ത് വിസയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്, മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള പേപ്പറുകളിലൊക്കെ നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ കൊടുത്ത വിവരങ്ങളുമായിട്ട് വ്യത്യാസം വന്നിട്ട് വിസ ലഭിക്കാതെ പോകുന്ന പല കേസുകൾ വെളിച്ചത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഈ പ്രൊഫഷണലായിട്ട് ഉള്ള ആൾക്കാരെ സമീപിക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിർദ്ദേശിക്കാനുള്ളത്, അമേരിക്കയിൽ ഇമിഗ്രൻ്റ് വിസ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രൊഫഷണലായിട്ടുള്ള ഒരു ആളിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ പേപ്പർ വർക്കൊക്കെ സുഗമമായിട്ട് നടത്തുന്നതിനും പിന്നീട് വിസയുടെ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അതിൽ പ്രയാസങ്ങൾ കൂടാതെ പ്രോസസ്സ് ചെയ്യുന്നതിന് സാധിക്കും. ഇപ്പോൾ ഒരുപാട് മലയാളികൾ വർഷം തോറും പല വിസ കാറ്റഗറിയിലായിട്ട് അമേരിക്കയിൽ എത്താറുണ്ട്. നമുക്ക് മദ്രാസിലായിരുന്നു നോൺ ഇമിഗ്രൻ്റ് വിസ പ്രോസസ്സിങ് കംപ്ലീറ്റ് നടന്നിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഐ തിങ്ക് ജനുവരി മുതൽ അത് ഇമിഗ്രൻ്റ് വിസ പ്രോസസ്സിങ് മുംബൈയിലേക്ക് മാറ്റി. അത് കേരളത്തോടുള്ള ഒരു അവഗണനയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അത് എന്തുകൊണ്ടായിരിക്കാം അവരത് മാറ്റിയത്? ഇനി അത് തിരിച്ച് മദ്രാസിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലേക്കോ ഒരു കോൺസുലേറ്റ് തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിവിടെയുള്ള അമേരിക്കൻ മലയാളികൾക്ക് അല്ലെങ്കിൽ നാട്ടിലുള്ള മലയാളികൾക്കൊക്കെ? അമേരിക്കൻ കോൺസുലേറ്റ് ബോംബെയിൽ പുതിയ BKC ബാന്ദ്ര കുർള കോംപ്ലക്സ് എന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. അവിടെ അവർക്ക് ഓൾ ഇന്ത്യ ലെവലിലുള്ള വിസ ക്രമീകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ്, അതുകൊണ്ട് ഇമിഗ്രൻ്റ് വിസ ഡിപ്പാർട്ട്മെൻറ്റ് കൽക്കട്ട, ഹൈദരാബാദ്, ചെന്നൈ, ബോംബെ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിച്ചിരുന്നത് മൊത്തമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ബോംബെയിലെ ഈ പുതിയ BKC എന്ന കോംപ്ലക്സിലെ ഓഫീസിലേക്ക് അവർ മാറ്റി. അത് അവരുടെ സെക്യൂരിറ്റി റീസൺ, സ്റ്റാഫ് വൈസ്, അവരുടെ എക്കണോമിക് ഡ്രൈവ് ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ആസാം മുതൽ ഗുജറാത്ത് വരെയുള്ള എല്ലാ ഇമിഗ്രൻ്റ് വിസ അപേക്ഷകരും ഇപ്പോൾ ബോംബെയിൽ ഇമിഗ്രൻ്റ് വിസ ഇൻ്റർവ്യൂവിനായിട്ട് പോകേണ്ട സാഹചര്യമാണ് ഈ ജാനുവരി മുതൽ വന്നിട്ടുള്ളത്. കേരളത്തിലെ ആൾക്കാർ ഇപ്പോൾ മജോറിറ്റി ഇമിഗ്രൻ്റ് വിസയുടെ ഒരു സൗത്ത് ഇന്ത്യയിലെ മജോറിറ്റി ഏതായാലും മലയാളികളാണെന്നുള്ളതിന് നമുക്ക് തർക്കമില്ല.
ഇപ്പം ആന്ധ്ര, തമിഴ്നാട്, കർണാടക, കേരള, പോണ്ടിച്ചേരി ഈ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള ജൂറിസ്ഡിക്ഷനാണ് ചെന്നൈ കോൺസുലേറ്റിനുള്ളത്. അതിൽ മജോറിറ്റി വിസ അപേക്ഷകളും ഇമിഗ്രൻ്റ് വിസ അപേക്ഷകൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണെന്നുള്ളതിന് സംശയമില്ല. കേരളത്തിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ പ്രവാസകാര്യ മന്ത്രി, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇന്ത്യൻ എംബസി, ഇവിടെ ഉള്ള ഇന്ത്യൻ അസോസിയേഷൻസ്, പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളി അസോസിയേഷൻസ് ഒക്കെ ഇവിടെ പ്രഷർ ചെലുത്തുകയാണെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു മെഡിക്കലിനുള്ള സെൻ്ററെങ്കിലും കേരളത്തിൽ നമുക്ക് അനുവദിച്ച് കിട്ടും. ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ എമർജൻസി ആയിട്ട് അമേരിക്കയിൽ വരണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഫാമിലി എമർജൻസി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണമെങ്കിൽ ആ വിസയ്ക്കുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? റിയൽ എമർജൻസി ഉള്ള സിറ്റുവേഷനിൽ അമേരിക്കൻ കോൺസുലേറ്റ് ഈസ് വെരി ലീനിയൻറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു മരണമുണ്ടായി അല്ലെങ്കിൽ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് സിക്കാണ്, ഇമ്മീഡിയറ്റായിട്ട് നാട്ടിൽ നിന്ന് ആളിവിടെ വരണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് സഹിതം അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് ഒരു ഫാക്സ് അയച്ച് എൻ്റെ ഇന്നയാൾ, ഇന്ന റിലേറ്റീവ് ഈ ഉടനെ അമേരിക്കയിൽ വരുന്നതിനുള്ള ക്രമീകരണം ചെയ്തു തരണം എന്നുള്ള റിക്വസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് പോകണം. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അവർ അവിടെയുള്ള റിലേറ്റീവിനെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ വിസയുടെ ക്രമീകരണങ്ങൾ ചെയ്ത് ഉടനെ തന്നെ അപ്പോയിൻമെൻറ്റ് ക്രമീകരിച്ച് കൊടുക്കും. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഒരാളെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അമേരിക്കയിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അതിന് ഇന്ത്യയിലുള്ള സാധ്യതകൾ, ട്രീറ്റ്മെൻറ്റ് സാധ്യതകൾ എല്ലാം നമ്മൾ ആരാഞ്ഞു. അത് സാധ്യമല്ല. അപ്പോൾ അതിൻ്റെ ഡോക്ടർ റെഫർ ചെയ്യണം അമേരിക്കയിലേക്ക്, ഇന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ റെഫർ ചെയ്യുന്നു. അതേസമയത്ത് അമേരിക്കയിലെ ആ ഹോസ്പിറ്റലുകാരുടെ അനുവാദം, ഞങ്ങൾ ഈ രോഗിയെ സ്വീകരിക്കാൻ തയ്യാറാണ്, അതിന് ഇന്ന ചിലവ് വരും എന്നുള്ള ഇൻഡിക്കേഷൻ അവർ കൊടുത്തു കഴിഞ്ഞാൽ ആ ചിലവിനുള്ള എമൗണ്ട് ആ വ്യക്തിക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള സ്പോൺസർ വഴിയോ മീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ അവിടെ നിന്ന് വിസ ക്രമീകരിച്ച് പോരുന്നതിനായിട്ട് സാധിക്കും. 40 വർഷത്തോളമായി താങ്കൾ അടിക്കടി അമേരിക്കയിൽ വന്നു പോകുന്നുവെന്ന് പറഞ്ഞു. US സിറ്റിസൺ ആണോ? താങ്കളുടെ കുടുംബം എവിടെയാണ്? അമേരിക്കയിലാണോ അതോ ഇന്ത്യയിലാണോ? ഞാൻ 1973 മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ അമേരിക്കയിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് പോയാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. 2 പേരും ഇവിടെ അമേരിക്കയിൽ ആണ്. 2 പേരും സിറ്റിസൺസാണ്. മൂത്ത മോള് PhD കാരത്തിയാണ്. ഇവിടെ ഹ്യൂസ്റ്റണിൽ MD ആൻഡേഴ്സണിൽ സീനിയർ സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ഇളയ മകൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA പാസ്സായി ന്യൂയോർക്കിൽ കമ്പനി ജോലിയിലായിരിക്കുന്നു. എൻ്റെ ഭാര്യയും ഞാനും വർഷം തോറും ഇവിടെ വന്ന് മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുകയും 1-2 മാസങ്ങൾക്കകം തിരിച്ചു പോവുകയാണ് പതിവ്. അമേരിക്കയിൽ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രീ ജോസഫ് ചാക്കോ ഇത്ര നേരം നമ്മളോടൊപ്പം പങ്കുവച്ചത്. ഇത്രയധികം നേരം അമേരിക്കൻ ജാലകത്തിനോടൊപ്പം സമയം ചെലവഴിച്ചതിൽ വളരെ നന്ദി. അമേരിക്കൻ ജാലകം പ്രേക്ഷകരോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുന്നതിന് അവസരമൊരുക്കി തന്ന ഏഷ്യാനെറ്റിനോടും അമേരിക്കൻ ജാലകത്തിൻ്റെ പ്രവർത്തകരോടും പ്രേക്ഷകരോടും എനിക്കുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമസ്കാരം. അമേരിക്കൻ ജാലകം.